കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. പേരാമ്പ്ര ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. പ്രാദേശിക തലങ്ങളിൽ പ്രതിഷേധങ്ങളും തുടരും. അതിനിടെ പേരാമ്പ്രയിൽ ചേർന്ന പ്രതിഷേധ സംഗമത്തിൽ പോലീസിനെതിരെ പ്രകോപന മുദ്രാവാക്യമുയർത്തിയ 325 UDF പ്രവർത്തകർക്കെതിരെ കേസുമെടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, ഈ ബാറ്റൺ ഇങ്ങനെ വീശുന്നത് ചിത്രങ്ങളിൽ കാണാം. അതിനി മൂക്കിൽ കൊണ്ടോ മൂക്കിൽ കൊള്ളാതെ പോയോ തുടങ്ങിയ കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ആദ്യം പോലീസ് പറഞ്ഞത് ഞങ്ങൾ ലാത്തി ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. പിന്നീട് ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ ബാറ്റൺ വീശുന്നത് ദൃശ്യങ്ങളിലുണ്ട്. പോലീസിന് മിണ്ടാട്ടമില്ലാതായി. പക്ഷെ അവർ പറയുന്നത് അതൊന്നും മൂക്കിലൊന്നും കൊണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. നടപടി ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഷാഫി പറമ്പിൽ അടക്കമുള്ളവർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ വാദപ്രതിവാദങ്ങൾ തുടരുന്നുണ്ട്. അതേസമയം ഷാഫിക്കെതിരെ നടന്നത് ആസൂത്രിതമായ ആക്രമണമാണ് എന്ന വാദത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെയാണ് പോലീസ് പ്രതിരോധത്തിലാകുന്നത്. കാരണം ആദ്യം ലാത്തി ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ വാദം. പക്ഷേ അങ്ങനെയല്ല, ലാത്തി ഉപയോഗിച്ച് പ്രവർത്തകരെ പോലീസ് നിയന്ത്രിച്ചിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട് എന്നുള്ളതിന് ആ ദൃശ്യങ്ങൾ തെളിവാണ്. അതിൽ ഷാഫി പറമ്പിൽ ഒരു പാർലമെന്റ് അംഗമാണ്. അതിനാൽ തന്നെ ഒരു പാർലമെന്റ് അംഗത്തിന് ലഭിക്കേണ്ട പരിരക്ഷ, സംരക്ഷണം ഒന്നും അവിടെ ലഭിച്ചിട്ടില്ല എന്ന വാദമാണ് ഇന്നലെ പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയത്. അതിനാൽ തന്നെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കുകയാണ്. അത് ഉടൻ ഉണ്ടായില്ലെങ്കിൽ ഈ ആരോപണ വിധേയരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തും എന്നതുൾപ്പെടെയുള്ള ഒരു മുന്നറിയിപ്പ് അതും കൂടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയാണ്. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പോലീസ് ആ ഒരു സംഭവത്തിന് പിന്നാലെ കേസെടുത്തിരുന്നു. അതിൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉണ്ട്. അങ്ങനെ മുതിർന്ന UDF നേതാക്കളൊപ്പം തന്നെ UDF പ്രവർത്തകരായ 700ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോട്ടീസ് നൽകുന്ന ഉൾപ്പെടെയുള്ള നടപടികളാകും പോലീസിന്റെ ഭാഗത്ത് നിലവിലുണ്ടാവുക. കൂടാതെ ഇന്നലെ നടന്ന പ്രതിഷേധ സംഗമത്തിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അരുൺകുമാർ, 300-ലധികം UDF പ്രവർത്തകർക്കെതിരെയാണ് പോലീസിനെതിരെ പ്രകോപന മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പരിക്കു പറ്റിയ ഷാഫി പറമ്പിൽ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയും ചെയ്യുകയാണ്. താങ്ക് യു. ഇപ്പോൾ അഭിജിത്താണ് നമുക്കൊപ്പം ചെയ്തത്. അഭിജിത്ത് തുടരണം.